എന്റെ പൊന്നെ മടുത്ത്. എന്തുവാടാ ഇത്? സത്യം പറഞ്ഞ എന്ത് മടുപ്പാലേ ഇപ്പോഴത്തെ ക്ലാസ്സൊക്കെ. നിനക്കൊക്കെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്സിൽ എടുക്കുന്നേ? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ക്ലാസ്സിൽ ഇരുന്നിരുന്നു മടുത്ത്. നാളെ തൊട്ട് ഇനി പോവായിരുന്നാണെന്ന് വിചാരിക്കുക. എടാ ബേസിലെ നിന്നെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിയതും പൊക്കിയില്ലടാ. അത് അതിലും വലിയ സീനായി പോയി. അത് അതിനേക്കാളും വലിയ വിറ്റ്. ഒരുത്ത ഫ്രണ്ട് ബെഞ്ചിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും പൊക്കായിരിക്കുവോ? നിങ്ങളിങ്ങനെ ഉറങ്ങിക്കോ, ഞാൻ നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അതിന് നോട്ടോ? നമ്മളാരും നോട്ട് എഴുതാറില്ല, നീ മാത്രമേ നോട്ട് എഴുതുന്നുള്ളൂ. അവസാനം എന്നോട് നോട്ട് ചോദിച്ചോ പരീക്ഷയ്ക്കാവോ? ഞാൻ തരത്തില്ല. വേണ്ട, ഞങ്ങൾ പെമ്പലോട്ട് ചോദിച്ചോളാം, നിന്റെ വേണ്ട. ചോദിച്ചോ. നമുക്ക് നോട്ട് എഴുതുന്നുണ്ട്. വൈകിട്ട് കളിക്കാൻ പോയാലോ ടർഫിൽ? ആരൊക്കെയാണ് വരുന്നുണ്ട്? ഞാൻ വരുന്നില്ല, എനിക്ക് പഠിക്കാനുണ്ട്. നിന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചോ? ഇല്ല. നീ പഠിച്ചു? ഞങ്ങൾ നോക്കോളാം. ഞാൻ പഠിക്കൂടാ. പഠിക്കും. പടി. ആദർശം നിങ്ങൾ ഇതോടെ പോയി കിടക്കുമായിരുന്നു? ഓടാ, എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒന്ന് ക്ലിയർ ചെയ്യുമായിരുന്നു. ഡൗട്ട് നമ്മള് കാണാത്തൊന്നും അല്ലല്ലോ. മതി നീ കാര്യം പറ. ടർഫിൽ പോകുന്നു അവനുണ്ടോ? പോയേക്കാം. അപ്പൊ ഒരാളുടെ ഹലോ മോനെ. എടാ നീ വല്ലതും കഴിച്ചോടാ? ഇല്ല, കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ പോണം. ഇവരെല്ലാം കൂടി സംസാരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോകാന്ന് വെച്ചിരിക്കുക. വീട്ടിലായിരുന്ന സമയത്ത് കറക്റ്റ് 4 മണിക്ക് കഴിക്കുന്ന എന്റെ മോനാ. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോളേജ് ലൈഫ് ആകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്ത് കോളേജ് ലൈഫ്? ഫുഡ് കഴിക്കാതെയാണോ? അമ്മയുടെ ആ ഫുഡൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ശരിക്കും. വീട്ടിലായിരുന്നപ്പോ എന്നായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം കുറ്റം. ഒരു ദിവസം ചപ്പാത്തി തന്നാ അടുത്ത ദിവസം അവന് വേറെ. ഇപ്പൊ എന്തും കഴിക്കാൻ പറ്റുമല്ലേ നിനക്ക്? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിട്ടുപോയില്ലേ ഇവിടെ. ഓക്കെ അമ്മ, വേറൊരു കാര്യം കണ്ടോ? പിന്നെ ഒരു 1500 രൂപ സെൻഡ് ചെയ്തേക്കാവോ? ഹലോ മോനെ, കേക്കത്തില്ലല്ലോടാ. 1500 രൂപ സെൻഡ് ചെയ്തേക്കാവോ? ഹലോ ഹലോ അമ്മ. ഹലോ 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 ഹലോ. പൈസ വന്നിട്ടുണ്ട്. എത്ര വന്നെന്ന് പറഞ്ഞാൽ എന്നോട് അമ്മയ്ക്ക് അത്ര ഇഷ്ടമുണ്ട്. അത് കാരണല്ലേ ഇത്രയും പൈസ അയച്ചത്. എടാ പിള്ളേരെ നിങ്ങൾ വന്നോ? തങ്കച്ചേട്ടൻ വന്നല്ല. ഇതെവിടായിരുന്നു? 2 ദിവസമായല്ലോ കണ്ടിട്ട്. എടാ ഞാൻ വീട് വരെ ഒന്ന് പോയേക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോ വൈഫ് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ട്. ഫുഡാ? ഫുഡ് വന്നു. ആദർശം നീ പ്ലേറ്റ് എടുക്ക്. ഗ്ലാസ് എടുക്ക്. ഇന്നലെ ഞാനാ പ്ലേറ്റ് എടുത്തത്. എനിക്ക് സ്പൂണില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സ്പൂൺ വേണം. അയ്യടാ, സ്പൂൺ ഉണ്ടായാലും അവൻ ഇറങ്ങും. പോയി വെള്ളം എടുത്തിട്ട് വരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറയാലോ ഏട്ടാ, കുറെ നാളായി ഇതുപോലെ അടിപൊളി ഒരു ഫുഡ് കഴിച്ചിട്ട്. എങ്ങനെ ടേസ്റ്റ് ഇല്ലാതിരിക്കൂടാ? അവള് രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ. ഈ കണ്ട നാള് പോലെ അവളാ ഈ ചൂടത്തും പുകയത്തും നിന്ന് അവളെല്ലാം വെച്ച് വിളമ്പി തന്നത്. എന്റെ 2 പിള്ളേരെയും കെട്ടിച്ചയച്ച്. ഇനിയിപ്പോ എനിക്ക് അവളും അവൾക്കേ ഞാനും മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് കറി. അതൊക്കെ ഒന്നുമല്ല മോനെ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻ പൊള്ളിച്ച് അടിപൊളി സാധനം. നീ ബീഫ് കഴിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ ഒരു ബീഫ് ഉണ്ടായി തരും മോനെ. എന്ത് ടേസ്റ്റാന്നറിയോ? ശരി. ഇപ്പൊ അങ്ങനെയായോ? കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് ഞാൻ മീനച്ചാറ് ഉണ്ടപ്പോ എല്ലാവർക്കും അത് മതിയായിരുന്നു. യു ഗോ ഫുൾസ്. അതൊക്കെ എന്റെ മമ്മി ഉണ്ടാക്കുന്ന നൂഡിൽസ്. സോ യമ്മി. എടാ എനിക്ക് ചെറിയൊരു തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അവനവരുടെ ബേസിൽ എന്നെ പോയി. നിനക്കറിയാലോ അവൻ അമ്മയില്ലാത്ത കാര്യം. അയ്യോ, ഞങ്ങൾ ആ കാര്യം ഓർത്തില്ല. കുഴപ്പമില്ല, ഞാൻ പോയി വിളിച്ചിട്ട് വരാം അവനെ. ബേസിലെ നീ എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ലടാ, അവരെങ്ങനെ പറഞ്ഞ കേട്ടപ്പോ എന്തോ ഒരു വിഷമം തോന്നി. അത് കാരണം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നീ എന്താ അമ്മയെക്കുറിച്ച് ഓർത്തോ? അവരെല്ലാവരും അവരുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പറയാനൊരു അമ്മ ഇല്ലല്ലോ എന്നൊരു വിഷമം വന്നു. പിന്നെ എനിക്ക് എൻ്റെ ചേച്ചി സത്യം പറഞ്ഞാൽ അമ്മയില്ലാത്തതിൻ്റെ ഒരു വിഷമം അറിയിച്ചിട്ടേ ഇല്ല. എന്നെ ഇവിടം വരെ പഠിപ്പിച്ച് ഇത്ര ആക്കിയതും എൻ്റെ ചേച്ചിയാണ്. ചേച്ചിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടം വരെ എത്തിയതും. ബേസിലേ, നീ അതൊക്കെ വിട്. നീ ഞാൻ ഓർത്ത് വിഷമിക്കണ്ടെന്നേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പെണ്ണിന്റെ ഒരു സ്ഥാനമുണ്ട്. അവന് അമ്മയായിരിക്കാം, ഇവന് ചേച്ചിയായിരിക്കാം, തങ്കം ചേട്ടൻ അത് ഭാര്യയായിരിക്കാം. ശരിയാടാ, അവൻ പഠിപ്പിയാണല്ലോ പറയുന്നതിലൊരു കാര്യമുണ്ട്. എടാ, അടുത്തുള്ള സമയത്ത് നമുക്ക് അവരുടെ വില മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളിങ്ങനെ ദൂരത്ത് മാറി നിൽക്കുമ്പോഴേ അവരുടെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമായ ഒന്നാണ് എന്ന് ബേസിൽ, ദീപക്, തങ്കച്ചേട്ടൻ എന്നീ 3 പേരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീ എന്ന 2 അക്ഷരത്തെ പുച്ഛിച്ചു തള്ളുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ:
നിനക്കും ഒരമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. So we wish a happy Women's Day to all.